ഹായ് ഹലോ. ഇന്ന് ഒരു വെളിയിൽ പോയാലോ, നമുക്കെല്ലാവർക്കും കൂടെ പോവാം. ഇത് അടയാറാണ്. കണ്ടിട്ടുള്ളവർക്ക്, ഓർമ്മയുള്ളവർക്ക്, ചെന്നൈ മിസ് ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ അടയാർ കാണാം. ഇവിടെ ഞാൻ എൻ്റെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് ഇന്ന് ഫുഡ് കഴിച്ച് മരിക്കാനാണ് തീരുമാനം. ഒരു മാസം ഡയറ്റ് കഴിഞ്ഞിട്ട് ഇന്ന് ചീറ്റ് ഡേ ആണ്. സോ ഫസ്റ്റ് നമുക്ക് ബ്ലൗസ് വാങ്ങിച്ചിട്ട് സുക്കുബായ് ബിരിയാണിയിൽ പോയി ബിരിയാണി കഴിക്കാം. ബിരിയാണി ഞാൻ കഴിക്കില്ല, ഞാൻ മീറ്റ് റാപ്പാണ് വാങ്ങിക്കുന്നത്. ബിരിയാണി ചുമ്മാ ടേസ്റ്റ് ചെയ്യും, എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് അത്ര ഹെവി ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗിൽട്ടായിട്ട് ഫീൽ ചെയ്യും. സോ ഞാൻ കഴിക്കില്ല. ഞാൻ ബ്ലൗസ് ഇവിടെ നന്നായിട്ട് തയ്ക്കും കേട്ടോ ബ്ലൗസ്. പക്ഷേ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, മൈ ഗോഡ്, താങ്ങാൻ പറ്റില്ല. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് ബിരിയാണി, ഇവിടെ സുക്കുബായിൽ വന്നു. സുക്കുബായിൽ നിന്ന് ബിരിയാണി കഴിക്കാമെന്ന് വെച്ചു. മോസ്റ്റ്ലി ബിരിയാണി എനിക്ക് ഇഷ്ടമുള്ള 3 സ്ഥലങ്ങളാണ്. ഒന്ന് സുക്കുബായ്, ഒന്ന് ജൂനിയർ കുപ്പണ്ണ, മൂന്നാമത് ബുഹാരി ബിരിയാണി. ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ബിരിയാണീസ്. പിന്നെ ഒബ്വിയസ്ലി വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി. ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ടായിരിക്കും. ഞങ്ങൾ നേരത്തെ തന്നെ ചെന്ന് കണ്ട് ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് ബീച്ച്. ഇത് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ, അടിപൊളി, സൂപ്പർ, നല്ല ടേസ്റ്റാണ്. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഈ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ഇതിൽ ഇരുന്നപ്പോൾ അവിടെ ഓർഡർ ചെയ്ത് വാങ്ങിക്കുമായിരുന്നു ഇവിടുത്തെ ബിരിയാണി. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. കുറച്ച് ആദ്യം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പുളിയുണ്ട്, പിന്നെ നല്ലതാണ്. ബിരിയാണി കൊള്ളാമായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് പക്ഷേ മീറ്റ് റാപ്പാണ്. എപ്പോഴും ഞാൻ അതാണ് പ്രിഫർ ചെയ്യുക. മീറ്റ് റാപ്പ് 4 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫലൂദ വാങ്ങിച്ചു. ഫലൂദ കാണാൻ ഭയങ്കര രസമാണ്. ഇത് മൊത്തം ഞാൻ കഴിക്കില്ല കേട്ടോ, ജസ്റ്റ് വി വിൽ ഷെയർ, ഓൾ വിൽ ഷെയർ. ഫസ്റ്റ് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ആ മേളത്തെ ഐസ്ക്രീം അത്ര ഇഷ്ടമല്ല. അതിൻ്റെ ഏറ്റവും അടിയിലുള്ളതല്ലേ, അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. സ്പൂൺ ഇങ്ങനെ ഇട്ട് എടുത്ത് കഴിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമാണോ? അത്രയ്ക്ക് കൊള്ളില്ലായിരുന്നു, പക്ഷേ ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും വാങ്ങി. എനിക്ക് സേമിയ ഇടുന്നത് ഇഷ്ടമല്ല, ബാക്കിയൊക്കെ ഇഷ്ടമാണ്. കുത്തി കുഴിച്ച് ബോർവെല്ല് കുഴിക്കുന്ന പോലെ നമ്മൾ അകത്ത് പോയാൽ മാത്രമേ നമുക്ക് ആ സാധനം കിട്ടുകയുള്ളൂ. ചില സമയത്ത് എനിക്കത് ആ ഗ്ലാസ്സോടെ മറിഞ്ഞു വീഴും. അതുകൊണ്ട് ഞാൻ 2 കൈ കൊണ്ടും പിടിച്ചിട്ടാണ് കഴിക്കുന്നത്. ഇതെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്യത്തുള്ളൂ, ഒന്നും ഞാൻ ഫുള്ള് കഴിക്കില്ല. ഒരു മീലും ഞാൻ ഫുള്ള് കഴിക്കില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമാണ് എൻ്റെ കാര്യം. അങ്ങനെ ഇരുന്നപ്പോൾ അവിടുത്തെ ഓണർ പുള്ളിയുടെ വിസിറ്റിംഗ് കാർഡ് കൊണ്ടുത്തന്ന് എൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞ് അവരുടെ അടുത്ത് കൊടുത്തു വിട്ടു. ഞാൻ ഇതാണ് ബീഫ് റാപ്പ് വാങ്ങിച്ചു, ഇതാണ് ബിരിയാണി. സോ ഞാൻ എൻ്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. അവരെല്ലാം കഴിച്ച് കഴിയുമ്പം ഇവിടുന്ന് നേരെ ബസന്റ് നഗർ ബീച്ചിലോട്ട് വെച്ച് പിടിക്കാനാണ് പ്ലാൻ. ഇത് നമ്മുടെ ബസന്റ് നഗർ ബീച്ചാണ്. കണ്ടാലും മതി വരാത്തൊരു സ്ഥലമാണ്. അവിടെ ഒരു ലേഡി ലൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കകത്ത് തലയെ വയ്ക്കാൻ ഒരാഗ്രഹം, ചുമ്മാ ചിന്ന ആശകൾ. എനിക്കത് പക്ഷെ ഒട്ടും ചേരുന്നില്ലായിരുന്നു, കൊള്ളില്ല. ഇതിൽ എന്നെ കണ്ടാൽ എനിക്കിഷ്ടപ്പെട്ടില്ല. സോ വേറൊരു ലേഡി മ്യൂസിക് ചുണ്ടിരിക്കുന്നു. എവിടോ അത് ഭയങ്കര വിലയാണ് കേട്ടോ ആ ഒരു സാധനം. 3500 മഹാബലിപുരത്ത് പോയാലും വില കുറച്ച് നമുക്ക് കിട്ടും. പക്ഷേ ബീച്ചിൻ്റെ വൈബ് ഈ ഷോപ്പുകൾ തന്നെയാണല്ലേ. എന്ത് രസമാണ് അവിടുത്തെ ആ കുട്ടി ബാനർ കൊണ്ടുള്ള ഷോപ്സ്. എനിക്കിഷ്ടമാണത് കാണാൻ. അവിടെ വളകൾ, കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണും. നമുക്ക് ചെറിയ വിലയ്ക്ക് കിട്ടും, 50 രൂപ, 100 രൂപ. ഇവിടുന്ന് ഞാൻ 3 മാല വാങ്ങിച്ചു. ഇത് ഞാൻ കൃഷ്ണൻ്റെ കഴുത്തിൽ കൊണ്ടിട്ടു കേട്ടോ. പോലീസ് ഞാൻ വാങ്ങിച്ച് വെറുതെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വിളയിൻ്റെ ഒരു ചെറിയ ചരട് കാലിൽ കെട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടി അന്ധവിശ്വാസങ്ങൾ. ബട്ട് അതൊക്കെ ഒരു കോൺഫിഡൻസ് തരുന്ന കാര്യങ്ങളാണ് ലൈഫിൽ. ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ റിസർച്ച് ചെയ്യാൻ പോകാറില്ല. ഇത് നമ്മുടെ ദാസൻ്റെയും വിജയൻ്റെയും ദുബായ് അല്ലേ. എപ്പോൾ പോയാലും എനിക്കത് കാണാൻ ഇഷ്ടമാണ്. അതൊരു സുഖമാണ്. അങ്ങനെ കുറച്ച് നടന്നു നോക്കി. കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രൂട്ട് ബേ കണ്ടു. ഫ്രൂട്ട് ബേയിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ചെന്നൈയിലെ ഫ്രൂട്ട് ബേ, നാട്ടിലെയാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, എനിക്ക് കൊണ്ടുതന്ന ഈ ഒരു സെറ്റ് ഓഫ് ജ്യൂസ് ഭയങ്കര പുളിയായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വന്നവരൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഓറഞ്ച് ജ്യൂസ് ഭയങ്കര പുളിയായിരുന്നു,
ഗ്രേപ്സ് അറ്റ്ലീസ്റ്റ് ഓക്കെ. മറ്റത് പൈനാപ്പിൾ എനിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരേ സെയിം ജ്യൂസ് 2 ഗ്ലാസ്സാണ്. സോ 2 പേർക്ക് ഒരു സെറ്റ് ഷെയർ ചെയ്യാം. 2 സെറ്റാണ് വാങ്ങിച്ചത്. ഞാൻ കുടിച്ച് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ കുടിച്ചത്. ഞാൻ വെറുതെ ഇങ്ങനെ, പക്ഷേ ജ്യൂസുകളൊക്കെ ഞാൻ കുടിക്കും കേട്ടോ. എനിക്ക് അങ്ങനെ ജ്യൂസ്, മിൽക്ക് ഷേക്ക്സ് അങ്ങനത്തെ സാധനങ്ങളാണ് എനിക്കിഷ്ടം. എനിക്ക് ഫുഡായിട്ട് കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ലിക്വിഡായിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. കുറച്ച് പുളി, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട് അവരെ നിർബന്ധിച്ച് ഞാൻ കൊണ്ടുവന്നതാണ്. സോ മിണ്ടാതിരിക്കുക എന്നുള്ളത് വേറെ വഴിയില്ല. എൻ്റെ ദേഷ്യം അടക്കി പിടിച്ച് ഞാൻ ഇരിക്കുന്നു, കൊള്ളില്ല. പിന്നെ വേറെന്തോ ഒരു സാധനം കസാട്ട ഏതാണ്ട് അവർ വാങ്ങിച്ചു, അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് പൊതുവേ എനിക്കിങ്ങനത്തെ ഈ ഒരുമാതിരി എന്താ പറയുക, ഒരു ഫ്ലേവർ ഇല്ലേ, അതിന് എസൻസ് ഒഴിച്ച ഐസ്ക്രീംസ് എനിക്കിഷ്ടമല്ല. അല്ലാതെ മാംഗോ ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ ഐസ്ക്രീം എനിക്കിഷ്ടമാണ്. ചീറ്റിംഗ് ഡേ ആയതുകൊണ്ട് കുറേ കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര ഗിൽട്ടായിരുന്നു കേട്ടോ. അത് ജിമ്മിൽ എനിക്ക് പോകാൻ പറ്റില്ല, ലെഗ് പെയിൻ ഉള്ള കാരണം. ജിം ഞാൻ നിർത്തിയിട്ട് ഓൾമോസ്റ്റ് 9 months ആയി. ജിമ്മൊക്കെ മറന്നേ പോയി. എൻ്റെ ജിം സ്യൂട്ടെല്ലാം ഇവിടെ വെറുതെ ഇരിക്കുന്നു. എന്നും ജിമ്മിൽ പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ലാസ്റ്റ് വന്ന ഗ്രേപ്പ് ജ്യൂസാണ്, ആർക്കും വേണ്ട. സോ എനിക്ക് 2 ഗ്ലാസ് ഗ്രേപ്പ് ജ്യൂസ് കിട്ടി. ഗ്രേപ്പ് ജ്യൂസ് കുറച്ച് കൊള്ളായിരുന്നു കേട്ടോ, അത്ര പുളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വെറുതെ ഞാൻ ഈവനിങ്ങിൽ പുറത്ത് വന്നപ്പം എന്നാൽ ഒരു വ്ളോഗ് എടുക്കുക. എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുക്കുക, കാരണം ഞാൻ എന്നും പുറത്ത് പോകുന്ന ആളാണ്. പക്ഷേ ഇതെടുത്ത് ഷൂട്ട് ചെയ്ത് പിന്നെ അത് ഫോണിൽ ഇങ്ങനെ കിടക്കും. പിന്നെ അതെടുത്ത് വാശിക്ക് ഞാൻ അവരോടുള്ള ദേഷ്യത്തിന് അത് മൊത്തം കുടിച്ച് തീർത്തു. എന്നിട്ട് ഇരിക്കുകയാണ്, അനങ്ങാൻ കൂടെ വയ്യ, വയറ് വീർത്തിട്ട്. സോ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ കാണുകയും കൂടി ചെയ്യണം കേട്ടോ, വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല. ഞാനങ്ങനെ പറയാറില്ല ഒരിടത്തും. എന്നോട് എല്ലാവരും പറയണം എന്ന്. ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറയാനായിട്ട്. സെക്കൻഡ് സെറ്റ് ഓഫ് ജ്യൂസാണ്. അവരുടെ സർവീസൊക്കെ ഭയങ്കര മോശമാണ് കേട്ടോ. നമ്മൾ തന്നെ പോയി എടുത്തുകൊണ്ട് വരണം. എന്തോ എനിക്ക് ഫ്രൂട്ട് ബൈ മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടില്ല. ആംബിയൻസ് കൊള്ളാം കേട്ടോ, നല്ലതായിട്ടുണ്ട്, നല്ല നീറ്റാണ്. പുട്ട് വരുന്നു. ഞാനിത് പുട്ട് ഐസ്ക്രീം. ഇത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്ലോപ്പ് മീൻസ് കുറേ ദിവസങ്ങൾ ഫ്രീസറിലിരുന്ന ഐസ്ക്രീം പോലെ അതിനകത്തെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം ഫ്രീസായിട്ട് ഫ്രോസൺ ഐസസ് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത്. അതുപോലെ ഒരു സാധനമായിരുന്നു. ഞാനിത് ഇങ്ങനെ അല്ല പ്രതീക്ഷിച്ചത്. അട്ടർ ഫ്ലോപ്പ്. അതങ്ങനെ താഴോട്ട് വീണു. സോഫ്റ്റ് അല്ലായിരുന്നു, ഒരു ക്രീമി അല്ലായിരുന്നു. വാട്ടർ നമ്മൾ ഫ്രീസാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെ ഫ്രോസൺ വാട്ടർ ഐസ് ക്യൂബ് പോലെ ഇരുന്നു ഇതിനകത്തെല്ലാം. ഇങ്ങനെ കടിക്കാൻ പറ്റുമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല ആ സാധനം. അവിടെ നിന്ന് പുറത്തോട്ട് നോക്കിയിട്ടുള്ള വ്യൂ കൊള്ളാമായിരുന്നു. ആ വ്യൂ ആണ് ശരിക്കും അട്രാക്റ്റ് ചെയ്തത് അങ്ങോട്ട് പോകാനായിട്ട്. അത്രയ്ക്ക് ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കത് ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. ഇനി ഞാൻ വാങ്ങിച്ച ഐറ്റം മാത്രമാണോ ഇങ്ങനെ, ബാക്കിയുള്ള ഐറ്റം അങ്ങനെയാണോന്നറിയില്ല. ഞാൻ പതുക്കെ താഴോട്ട് സ്ലോ മോഷനിൽ ഇറങ്ങാം. ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു റീലിന് വേണ്ടി. അത് എടുത്ത് തന്നത് ഇങ്ങനെയാണ്. എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ ആളുകളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് റീൽസൊക്കെ ഇടാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കൂ, സൂപ്പറാണ്. അങ്ങനെ രാത്രിയായി. ഇത്രയും പറഞ്ഞുള്ളെങ്കിലും കുറേ രാത്രിയായി കേട്ടോ. ഓൾമോസ്റ്റ് 11 മണിയൊക്കെ ആയി. എന്നിട്ടും ഇവിടുത്തെ ട്രാഫിക് കണ്ടോ. സോ വീട്ടിൽ പോവാണ്. വീണ്ടും ഇന്നൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ സീ യു, ബൈ ബൈ.